വെൽക്കം ബാക്ക് എല്ലാവർക്കും മലയാളിമേക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സിനാൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോസ്റ്റർ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ്. കുറച്ച് ദിവസമായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന ഒരു സംഭവമാണ്. മച്ചാൻ ഓഗസ്റ്റ് ആയില്ലേ, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരില്ല, അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്തുകൂടെ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു പോസ്റ്റർ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ്. അത് നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ പിക്സാർട്ട് അതുപോലെ തന്നെ പിക്സലാബാണ്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള പോസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുവരുന്ന ഈ ഒരു ഡിസൈനാണ്. അപ്പോൾ ദെൻ പറഞ്ഞ് വൈകിപ്പിക്കുക, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്തുക. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് ഡിസൈനിങ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. എന്തായാലും നമ്മൾ പറഞ്ഞ് വൈകിപ്പിക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടോ. അപ്പോൾ അതിന് തന്നെ ഞാനിവിടെ ഓപ്പൺ ആക്കിയുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിക്സാർട്ടാണ്. അപ്പോൾ പിക്സാർട്ട് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ആക്കുമ്പോൾ വരെ ഇതുപോലെ ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ നമ്മളിവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ്റെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഗ്യാലറിയിലെ ഇമേജസും കാണും. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ, അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറ്റ് കളർ സെലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയായിട്ട് വരിക. ദെൻ നമുക്കിവിടെ താഴെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ, അതിൽ ജസ്റ്റ് പോയിട്ട് നമുക്ക് വേണ്ട ഇമേജസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ആ ഒരു ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഇമേജസൊക്കെ ആഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു 10 ഇമേജസും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജസ് കറക്റ്റായിട്ട് ഇതിലൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ കണ്ടോളും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഇമേജസൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഓക്കെ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആദ്യത്തെ ആ ഒരു പേജിലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ, അതിൽ ജസ്റ്റ് ഒന്ന് പോകാം. ഓക്കെ, അപ്പോൾ ആ ഒരു എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഫിൽറ്ററും അതുപോലെ തന്നെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഓപ്ഷൻ അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൽ ഒരുപാട് ഇമേജസ് കാണും. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ദെൻ നമ്മൾ വീണ്ടും ഇവിടെ നമുക്ക് ടൂൾസ് എന്നുള്ള ഓപ്ഷൻ്റെ അതിൽ പോയിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷൻ അതിൽ പോന്നിട്ട്, അതായത് അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ബ്രൈറ്റ്നെസ്സിൻ്റെ എമൗണ്ട് കൂട്ടാനും കുറക്കാനും പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു -15 ആക്കിയിട്ടിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇമേജ് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മുടെ അടുത്ത എഡിറ്റിംഗ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്സലാബ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ പിക്സലാബ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്സലാബ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ നമ്മൾ അവിടെ ന്യൂ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കി കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ന്യൂ ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു സംഭവം ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പണി തരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് ഒരുപാട് ടൂൾസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 4ാമത്തെ ടൂൾസ് ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ടൂൾസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് സൈസ് എന്നുള്ള ടൂളുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആ ഒരു പോസ്റ്ററിൻ്റെ സൈസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് വിഡ്ത്ത് ഏകദേശം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1024 അപ്പോൾ നിങ്ങളതൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, വിഡ്ത്ത് 1024. ദെൻ നമുക്ക് ഹൈറ്റ് 1280 തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു പോസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കളർ എന്നുള്ള ഓപ്ഷൻ, അപ്പോൾ നമുക്ക് അതിൽ പോയിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കളർ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ദെൻ ഗ്രേഡിയൻ്റ് എല്ലാ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിവിടെ വൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. വൈറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡാർക്ക് തീം വരുന്ന ഒരു വൈറ്റാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ടെക്സ്റ്റും കാര്യങ്ങളും കൊണ്ടുവരണം. അതായത് നമ്മുടെ ആരും പോസ്റ്ററിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ അതിന് തന്നെ നമ്മളിവിടെ ഒരു എന്നുള്ള ടൂൾ കാണാം. അതിൽ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് തന്നെ ഞാനിവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ന്യൂ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്കിവിടെ ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 75ാം ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ 75 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഞാനിവിടെ 75 ഇട്ടിട്ടുണ്ട്. ദെൻ നമുക്കിതിന് നല്ലൊരു ഫോണ്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് നമുക്ക് നല്ലൊരു ഫോണ്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു ഫോണ്ട് ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബോൾഡായിട്ട് വരുന്നൊരു ഫോണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ ആ ഒരു സൈസ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ടൂൾസിൽ എന്താണ് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്ചർ എന്നുള്ള ഓപ്ഷൻ, അപ്പോൾ അതിലൊന്ന് പോവാം. ഓക്കെ, ദെൻ നമുക്കവിടെ ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു പിക്സാർട്ടിൽ ചെയ്ത് വെച്ച, അതായത് ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതൊന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൽ എന്താണ് ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പണി എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ഇമേജസ് മാക്സിമം അതിൽ കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എത്രത്തോളം വേണമെന്നുള്ളതൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ 40% ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ എന്താണ് ടെക്സ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് മുഴുവൻ. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങളും സെറ്റാക്കാൻ നോക്കുക. ഇനി നമ്മുടെ അടുത്ത പണി ഈ ഒരു ടെക്സ്റ്റ് മാക്സിമം സെൻറ്ററിലാക്കി കൊടുക്കുക. മാക്സിമം അല്ല, കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് വേണ്ട പൊസിഷനിൽ വെക്കുകയാണ്. അപ്പോൾ ഞാൻ മാക്സിമം സെൻറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെൻറ്ററിൽ കറക്റ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. ദെൻ നമുക്കിതിന് ഒരു ഷാഡോ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ മൂന്നാമത്തെ ടൂൾസിൽ പോയിട്ട് ഷേപ്സ് എന്നുള്ള ഓപ്ഷൻ, അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കിളാക്കാൻ കഴിയും. ഞാനിവിടെ സർക്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്താണ് ഗ്രേഡിയൻറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് പുതിയ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ എന്താണ് നമുക്ക് മുകളിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ ഒരു സർക്കിൾ, അതായത് ഈ ടൈപ്പിൽ വരുന്ന ടൂൾ സെലക്ട് ചെയ്യാം, അതായത് ഈ ഒരു ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് ഇതിൻ്റെ കളേഴ്സും സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് സെൻറ്ററിൽ ഞാൻ എന്താണ് ഫുൾ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് അവസാനം, അതായത് എൻഡിങ്ങിലായിട്ട് വരുന്ന കളറ് മാക്സിമം ഫുൾ ഒപ്പാസിറ്റി കുറച്ചുള്ള ആ ഒരു കളർ സെലക്ട് ഉണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് വെക്കുക. ഓക്കെ കൊടുക്കുക. ദെൻ നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സൈസ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രത്തോളം സൈസ് വേണ്ട. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആരും ഇതിൻ്റെ സൈസ് ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ടൈപ്പിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് അത് കറക്റ്റായിട്ട് ആ ഒരു 7 എന്നുള്ളതിൻ്റെ താഴെ കൊണ്ടുപോയി എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ എന്താണ് ടു ഫ്രണ്ട് ടു ബാക്ക് എന്നുള്ള 2 ഓപ്ഷൻസ് കാണും. അതിൽ ടു ബാക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു 7 എന്നുള്ളതിൻ്റെ ബാക്കിലോട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലേയേഴ്സ് എന്നുള്ള ടൂളിൽ പോയിട്ട് ആ ഒരു 75 എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. വീണ്ടും നമ്മൾ പിന്നോട്ട് വന്നിട്ട് ആ ഒരു നമ്മുടെ ഷാഡോ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് വേണ്ട രീതിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഷാഡോ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷാഡോ ഒക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി എന്നിട്ട് അത് അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഒരു 5, അതായത് ഈ ഒരു 5 എന്നുള്ള ആ ഒരു സംഖ്യയുടെ താഴെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ടു ബാക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഷാഡോ കാര്യങ്ങളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ അടുത്ത പണി ബാക്കി ടെക്സ്റ്റും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകാം. ദെൻ എന്നിട്ടാണ് അവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ന്യൂ ടെക്സ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്താണ് അടുത്ത ടെക്സ്റ്റ് കൊടുക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 15. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 15 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണ് അതിന് നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫോണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ടെക്സ്റ്റിന് നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഫോണ്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ സെറ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഇനിയൊരു ടെക്സ്റ്റ് കൂടി വേണം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് വീണ്ടും ന്യൂ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ടെക്സ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് അതിന് നല്ലൊരു ഫോണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ള ആ ഒരു ടെക്സ്റ്റിന് നല്ലൊരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ടെക്സ്റ്റൊക്കെ എന്താണ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റൊക്കെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 75 എന്നുള്ള ആ ഒരു ടെക്സ്റ്റിൻ്റെ അതേ സൈസിൽ വരുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം സെറ്റ് ചെയ്യാൻ നോക്കുക. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്കിവിടെ തന്നെ ഈ ഒരു 75 അതുപോലെ തന്നെ ആ ഒരു ഷാഡോയും കാര്യങ്ങളും മാറ്റണമെന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ഇവിടെ ലേയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോവുക.
എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു എന്താണ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഏതൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഒരു പെൻ ഐക്കൺ കാണും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ ഇതുപോലെ സ്ഥലം മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലേയേഴ്സ് എന്നുള്ള ടൂൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ആവശ്യമുള്ളവർ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലാഗ്, അതായത് ഇന്ത്യൻ ഫ്ലാഗ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട്, അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് എന്താണ് ഇതിൻ്റെ സൈസ് ഇതുപോലെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഓഗസ്റ്റ് 15 എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു യു എന്നുള്ള ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഇത് കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് കിട്ടുന്നത് വരെ നമ്മൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ എപ്പോഴാണ് സെറ്റ് ആവുന്നത് വെച്ചാൽ അതുവരെ ഒന്ന് ഇതുപോലെ ശരിയാക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഓഗസ്റ്റ് 15 എന്നുള്ള ആ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ഇന്ത്യൻ ഫ്ലാഗും വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തായിട്ട് ഇനി ഒരു ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ആ ഒരു കളേഴ്സ് വെച്ചിട്ടൊരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ വരിക. ദെൻ സൈസ് ഇതുപോലെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു സൈസിൽ ചെയ്യാം. അതുപോലെ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ ഒരു ഇതിൻ്റെ രണ്ടറ്റത്തേക്ക് എത്തുന്ന രീതിയിൽ ചെയ്യുക. എന്നിട്ട് നമുക്കതിൻ്റെ ഓക്കെ കൊടുക്കും. എന്നിട്ട് നമുക്ക് എന്താണ് ഇതുപോലെ കളർ എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. ദെൻ നമുക്കിവിടെ കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കളേഴ്സ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ ആ ഒരു കളേഴ്സ് ഇവിടെ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളർ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു പ്ലസ് സൈക്കിളിലൊന്ന് പോവുക. ദെൻ നമുക്കിവിടെ മുകളിൽ 2 ഓപ്ഷൻസ് കാണും. അതിൽ ഈ ഒരു പിക്ക് ഐക്കൺ കാണും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഇന്ത്യൻ ഫ്ലാഗ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഏത് പോർഷനിലെ കളറാണ് വേണ്ടത് വെച്ചാൽ അത് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കളർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യുക. ദെൻ നമ്മളത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്താണ് വീണ്ടും ഒരു കോപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ താഴെ കൊണ്ടുവന്ന് വെക്കുക. അതും വീണ്ടും നമ്മൾ കളർ എന്നുള്ള ഓപ്ഷനിൽ പോകുക. എന്നിട്ട് അതും ഇതുപോലെ ഗ്രീന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു 2 ഷേപ്പും ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് ഇനി ഇതിലേക്കൊരു ഇമേജ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട ആ ഒരു ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇമേജാണ് നമുക്ക് വേണ്ടത്, അതായത് നമ്മുടെ അശോക ചക്രം. അപ്പോൾ അത് ഓക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് അതിൻ്റെ സൈസ് ഇതുപോലെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ വീണ്ടും ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് സർക്കിൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ കൊടുക്കാം. ദെൻ നമുക്കിനി എന്താണ് അതിൻ്റെ ആ ഒരു സൈസ് കുറച്ചിട്ട് എന്താണ് ഇതുപോലെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ആ ഒരു അശോക ചക്രത്തിൻ്റെ മുകളിലായിട്ട് വെക്കുക. അതിൻ്റേതായുള്ള ആ ഒരു സൈസ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് നോക്കട്ടോ. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്കിവിടെ ലേയേഴ്സ് എന്നുള്ള ടൂൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അശോക ചക്രത്തിൻ്റെ താഴേക്ക് ആ ഒരു ലെയർ വെക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ലെയർ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ സെലക്ട് ചെയ്യുന്ന സമയത്ത് കളേഴ്സ് എന്നുള്ള ഓപ്ഷൻ പോയിട്ട് അതൊന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് നേരത്തെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് സെലക്ട് ചെയ്തുള്ള ആ ഒരു കളറിനെ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്നൊരു വൈറ്റാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളറിനെ ഇതിനും സെലക്ട് ചെയ്യുക. ദെൻ നമുക്കിനി അത് പൊസിഷൻ എന്നുള്ള ടൂളിൽ പോയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിടാൻ കഴിയും. അപ്പോൾ നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ടെക്സ്റ്റും കാര്യങ്ങളും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇനി ആ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലത്തെ മറ്റേതെങ്കിലും ഡിസൈനിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മളോട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ പറഞ്ഞ വൈകിപ്പിക്കണ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നല്ല കിടിലൻ വീഡിയോസായിട്ട് നമ്മൾ വരും. നമ്മുടെ ചാനലൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ദെൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.